കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ തീരുമാനം ശരി. ഒരിക്കലും ഞാൻ അവളെ മരുമകളായി അംഗീകരിക്കാൻ പാടില്ല. ഒരിക്കലും. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ശാലിനി നിന്റെ മരുമകളല്ലാതാകുമോ ഭാമേ? അവളുടെ കഴുത്തിൽ വിഷ്ണു കെട്ടിക്കൊടുത്ത താലി ഇപ്പോഴും കിടപ്പുണ്ട്. അത് മറക്കരുത് നീ. ആന്റി, അതെ, അങ്കിൾ ഈ പുരാണവും ഭാഗവതവും ഒക്കെ മാത്രം വായിക്കുന്നത് കൊണ്ടാ ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത്. സ്ത്രീ എന്ന് പറഞ്ഞ ദേവിയാണെന്നും ദേവതയാണെന്നും ഒക്കെ ആണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ആ ശാലിനിയെ ശാരദയും അങ്ങനെയാണ് അങ്കിള് കരുതുന്നതെങ്കിൽ തെറ്റിപ്പോയി. ഇവിടെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ഒരുപാട് പേര്. തീർച്ചയായും ഉണ്ട്. സുമംഗലിയായ സീതാദേവിയുടെ സാന്നിധ്യത്തിൽ തന്നെ ശ്രീരാമചന്ദ്രനെ വശീകരിക്കാൻ ശ്രമിച്ച ശൂർപ്പണഖയുടെ കഥയും പുരാണത്തിൽ പറയുന്നുണ്ട്. രാമായണം വായിക്കാത്തോണ്ട് നിനക്കത് അറിയാത്തതാ. തൽക്കാലം നീ ഈ മുറിയിൽ നിന്നിറങ്ങി ഞങ്ങൾക്കൊരു 5 മിനിറ്റ് താ. ഈ പ്രായത്തിലുണ്ടേ പ്രൈവസിയൊക്കെ. പ്രൈവസി എന്ന് പറയുന്നത് പ്രേമിക്കാൻ മാത്രമല്ലാന്ന് കുറച്ച് പ്രായമെത്തുമ്പോ നിനക്ക് മനസ്സിലായിക്കോളൂ. പ്ലീസ്. സോറി, ഞാൻ പോന്നു. ഗുഡ് ബൈ ആന്റി. പാവം, അവൾക്ക് വിഷമമായിട്ടുണ്ടാവും. വെറുതെ രാഘവേട്ടൻ അവളെ വെറുപ്പിച്ചു. ഭാമേ, പാമ്പിൻ വിഷമായാലും അല്പാൽപമായ ശരീരത്തിൽ കയറിക്കൊണ്ടിരുന്നാൽ അതിനോടൊരു പ്രതിരോധ ശേഷിയുണ്ടാവും. പിന്നെ പാമ്പ് കൊത്തിയാലും വിഷമേൽക്കില്ല. നമ്മൾ മറ്റൊരു പാമ്പായി മാറുന്ന അവസ്ഥയാവും പിന്നീടുണ്ടാവുന്നത്. ആ വിഷം മറ്റുള്ളവർക്ക് തിരിച്ചറിയാമെങ്കിലും നമുക്കത് അമൃതായിരിക്കും. അതുകൊണ്ട് സമ്പർക്കങ്ങളെ സൂക്ഷിച്ചാൽ നിനക്ക് നന്ന്. എന്റെ ഭാമയും ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് ഭയമുണ്ട്, കടുത്ത ഭയം. കൂടുതലൊന്നും പറയാനില്ല, അത്ര തന്നെ. ശ്യാമയെ കാണുന്നില്ലല്ലോ ഇതുവരെ. ശാലിനിയെ കാണാൻ സത്യഭാമയുടെ വീട്ടിൽ പോയിട്ട് എന്തായോ ആവോ. താങ്ക്സ് വിഷ്ണുവേട്ടാ. അമ്മ, എന്നാ പിന്നെ ഞാൻ പോകട്ടെ. ഒരു ചായ കുടിച്ചിട്ട് പോവാൻ മോനെ. ഏയ്, ചായ ഒന്നും വേണ്ടമ്മേ. ചെന്നിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഏയ്, അത് പറ്റില്ല. 2 മിനിറ്റ്, ഞാൻ പോയി പെട്ടെന്നൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി തരാം. അല്ലെങ്കിൽ കടയിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. അയ്യോ, ഇവിടത്തെ ചായ ഇഷ്ടമല്ലാത്തോണ്ടല്ല, ഇപ്പൊ വേണ്ടാത്തതുകൊണ്ടാ. ശരി ശരി, എങ്കിൽ പിന്നെ നിർബന്ധിക്കണ്ട. ഏതായാലും മോന് ഒരു നിമിഷം ഇവിടെ നിൽക്ക്. ശാലിനിയുടെ ഡ്രസ്സുകളെല്ലാം ഇവിടെ ഇരിക്കുക. അപ്പോഴത്തെ ഒരു തിരക്കിലും ബഹളത്തിനും ഇടയില് അതൊന്നും അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയില്ല. ഞാൻ 1 മിനിറ്റ് കൊണ്ട് അത് എടുത്തോണ്ട് വരാം. മോനൊന്ന് കൊണ്ടുപോയി കൊടുത്താ മതി. ശരി അമ്മ, ഞാൻ നിൽക്കാം. ശരി. പിന്നെ വേറെന്തുണ്ട് വിശേഷങ്ങള്? ശാരികയും രാജീവ് സാറായിട്ടുള്ള വിവാഹം ഉടനെ ഉണ്ടാവില്ലോ അല്ലേ? ഉണ്ടാവും. അന്ന് ശാരികയുടെ നിശ്ചയ ചടങ്ങില് വന്നു കയറി വലിയ വിവരക്കേടാ ഞാൻ കാണിച്ചേ. അല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. സംഭവിച്ചതിനൊക്കെ ഞാൻ രാജീവ് സാറിനോട് ക്ഷമ ചോദിച്ചിരുന്നു. ഇപ്പോ ശാരികയോട് അതിന്റെ പേരില് ക്ഷമ പറയാണ്. ഐ എം സോറി. സത്യമായിട്ടും സംഭവിച്ചതിനൊന്നും ഞാൻ ആരെയും കുറ്റം പറയില്ല. അതെല്ലാം തന്നെ സംഭവിക്കാനുള്ളതായിരുന്നു. രാജീവ് സാറും ഞാനുമായുള്ള വിവാഹവും അതുപോലെ തന്നെ. വിധിയുള്ളതാണെങ്കിലേ അതും നടക്കൂ.
മോനെ ഇതാ കൊടുക്കാനുള്ളത്. ആ. ഇത് അമ്മയുടെ സമ്മാനമാണെന്ന് പ്രത്യേകം പറഞ്ഞു വേണം കൊടുക്കാൻ. ഇതാ. ശരിയാ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. ശരി. എങ്ങനെയുണ്ടമ്മേ? ശാലിനി ഇവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ? ആ, സുഖം തന്നെ മോളെ. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവളെ അവിടെ ചെന്ന് എല്ലാം കുളമാക്കിയത്. അയ്യോ, എന്തു പറ്റി? രാജീവ് സാറിന്റെ അമ്മ നിങ്ങളുടെ വിവാഹത്തിന് സ്വർണം ചോദിച്ച കാര്യം ഇവള് ശാലിനിയോട് പറഞ്ഞു. ശാലിനി അപ്പൊ തന്നെ തലകറങ്ങി വീഴുകയും ചെയ്തു. അയ്യോ, അത് കേട്ടിട്ടോ? അത് കേട്ടിട്ടൊന്നുമല്ല. കുഞ്ഞേച്ചി ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാ തലകറക്കം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിലും കാര്യങ്ങൾ കൂട്ടിക്കെട്ടാൻ അമ്മയ്ക്ക് നല്ല മിടുക്ക. ഞാൻ കൂട്ടിക്കെട്ടിയതാണോടി? ഇക്കാര്യത്തെ കുറിച്ച് അവളുടെ മുന്നിൽ വാ തുറക്കരുതെന്ന് ഞാൻ വിലക്കിയിരുന്നതല്ലേ. എന്നിട്ട് മുഴുവനും അങ്ങ് വിസ്തരിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതിന് കുഞ്ഞേച്ചി അറിഞ്ഞാൽ എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊരമ്മയാവുമ്പോ നിനക്ക് മനസ്സിലാവും. ഇത് പറഞ്ഞ് അതിനെയും കൂടി എന്തിനാ തീ തീറ്റിക്കുന്നെന്നാ ഞാൻ വിചാരിച്ചത്. ഏതിനും നടയായിട്ട് ഇപ്പൊ എല്ലാം നശിപ്പിച്ചല്ലോ. ഇനി നീയൊക്കെ നിന്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്നെ വിളിക്കാതിരുന്നാ മതി. അമ്മ പറഞ്ഞ പോലെ എന്തിനാ മോളെ നീ അവളെ കൂടി ടെൻഷനിലാക്കിച്ചത്? വല്യേച്ചി ഇത് എന്താ ആലോചിച്ചിട്ടായി പറയുന്നത്? രാജീവ് സാറിന്റെയും വല്യേച്ചിയുടെയും കല്യാണം നടക്കാൻ വേണ്ടിട്ടാ കുഞ്ഞേച്ചി സിവിൽ സർവീസ് എന്ന സ്വപ്നം പോലും വേണ്ടാന്ന് വെച്ചത്. ഒരു കല്യാണത്തിന് സമ്മതിച്ചതും ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് മരുമകളായിട്ട് പോയതും. ഇപ്പൊ കുറച്ച് സ്വർണത്തിന്റെ പേരിൽ ആ കല്യാണം മാറിപ്പോയാ കുഞ്ഞേച്ചി ഈ ചെയ്തതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി പോവും. അമ്മ നെഞ്ചത്ത് കൈവച്ച് മനസ്സുരുക്കി 10 തവണ ദേവീന്ന് വിളിച്ച പൊന്നു പൊട്ടി മുളയ്ക്കോ മുറ്റത്ത്? ഇല്ലല്ലോ. എങ്ങനെയൊക്കെയാണെങ്കിലും രാജീവ് സാറും വല്യേച്ചിയുമായിട്ടുള്ള വിവാഹം നടക്കണം. സ്വർണമോ പണമോ ഒന്നും അതിന് തടസ്സമാവാൻ പാടില്ല. അതിനി ഒരാൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ. കുഞ്ഞേച്ചി. അതാ ഞാൻ ചെയ്തത്. വഴിയെ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. അത്ര തന്നെ. നിങ്ങളോ നിങ്ങളുടെ മകളോ കരഞ്ഞു കാലു പിടിച്ച് കെഞ്ചിയാലും സത്യഭാമയുടെ പേരിനുണ്ടായ കളങ്കത്തിന് പകരമാവില്ല. മാത്രമല്ല, പിൻവാതിൽ വഴി നുഴഞ്ഞു കയറി വന്നവളെ മരുമകളായി അംഗീകരിക്കാൻ ഈ സത്യഭാമയ്ക്ക് കഴിയില്ല. ഉണ്ടായിരുന്നു. എന്താണ് ആ ഒരു ആലോചന? ഇനി അമ്മ വഴക്ക് പറയിട്ട് ചെയ്താ? ഹലോ,
അതെ ഇതാ എന്താ ഇത്? ഇതൊരു സാരി. അത് ശാലിനിക്കൊരു സമ്മാനം. ഞാൻ പറഞ്ഞു ഇയാളോട് സാരി വേണമെന്ന്. അതെ, ഞാൻ ഡ്രസ്സൊന്നും ഇല്ലാതിരിക്കല്ല ഇവിടെ. അങ്ങനെ ഞാൻ പറഞ്ഞ ഇല്ലല്ലോ. പറയാതെ തന്നെ അറിയാൻ പറ്റും. ചതിയിലൂടെയാ നിങ്ങൾ എന്നെ നേടിയത്. മനസ്സിലുണ്ടായ ആ മുറിവുണക്കാൻ ഈ സമ്മാനം ഒന്നും പോരാതെ വരും നിങ്ങൾക്ക്. ലോകത്തെ മുത്തും പവിഴും മുഴുവനും വാരിക്കെട്ടി നിങ്ങൾ എന്റെ കാൽക്കല് വെച്ചാലുവേ ക്ഷമിക്കില്ല ഞാൻ നിങ്ങളോട്. അയ്യോ സോറി, ഇതിൽ ലോകത്തെ മൊത്തം മുത്തും പവിഴൊന്നും ഇല്ല. ഇയാൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങും. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇയാൾക്ക് വേണമെങ്കിൽ എടുക്കും. ഹലോ, സാരി ഇവിടെ ഇട്ടിട്ട് പോയാലേ ഞാൻ അതെടുത്ത് അങ്ങ് ഉടുക്കൂന്നൊന്നും ആരും ഇവിടെ കരുതണ്ട. ഞാൻ അതെടുത്ത് വേസ്റ്റ് ബിന്നിലിടും. ആ, അതൊക്കെ തന്റെ ഇഷ്ടം. അമ്മ, ആ അമ്മ. ആ, മോളവിടെ എന്തെടുക്കുക? ഞാനിവിടെ റൂമിലിരിക്കാമ. ഷാരിയുടെ കല്യാണത്തിനുള്ള സ്വർണത്തിന്റെ കാര്യം ഓർത്ത് മനസ്സൊരുകണ്ടെന്ന് പറയാൻ വിളിച്ചതാ ഞാൻ. നിന്നോടത് പറയുക പോലും വേണ്ടാന്ന് പറഞ്ഞിരുന്നതാ ഞാൻ ശ്യാമയോട്. പിന്നെ എന്ത് ചെയ്യണോ അപ്പൊ? അമ്മ എന്തെങ്കിലും വഴി കണ്ടുവച്ചിട്ടുണ്ടോ സ്വർണത്തിന്? ഇതുവരെ ഇല്ല. വരട്ടെ, എന്തെങ്കിലും ഒരു വഴി ആലോചിച്ച് കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക്. ആ, പിന്നൊരു കാര്യം, വിഷ്ണുവിന്റെ കയ്യിലെ നിന്റെ ഡ്രസ്സൊക്കെ ഒരു ബാഗിലാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് ഞാൻ. കൂട്ടത്തിൽ പുത്തനൊരു സാരിയും. നിനക്കൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നതാ. ഇനി സാരിയൊക്കെ കൊടുത്ത് പുറത്തു പോകേണ്ടി വരൂലേ നിനക്ക്? അത് അമ്മ കൊടുത്തുവിട്ട സാരിയായിരുന്നോ? അതെ. അബദ്ധം പറ്റിയല്ല. എന്തടി? ഒന്നുമില്ലമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ. അയാള് വെറുതെ വഴക്ക് പറഞ്ഞു. ആ, കുഴപ്പമില്ല. ചെയ്ത് കൂട്ടിയതൊക്കെ ആലോചിച്ച് ആ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തോട്ടെ. ഒന്ന് ഫ്രഷ് ആയി വരാം. ആ ശരി ശരി. അപ്പൊ നീയേ ഇന്ന് മാർക്കറ്റിലെ പിരിവിന്റെ കാര്യം നോക്കിക്കോ. അപ്പൊ നമുക്ക് സന്ധ്യ കണ്ട് കാണാം. ശരി. അമ്മ ചോദിച്ച ഫയൽ എവിടെ വെച്ചേക്കുന്നേ? ഇതിനകത്തുണ്ടായിരുന്ന എന്തിനാണോ പൊന്നി അന്വേഷിക്കുന്നത്? ആ, പൊന്നിയല്ലേ വിളിക്കുന്നത്, ഞാനെന്തിനാ അന്വേഷിക്കുന്നത്? ഹലോ, താനെന്താ ഇവിടെ നിൽക്കുന്ന? ഞാനൊരു ഫയൽ എടുക്കാൻ വേണ്ടിട്ട്. പൊന്നി കണ്ടായിരുന്നോ? പൊന്നി മാർക്കറ്റിൽ പോയി. എന്താ പ്രശ്നം? എന്താ? ബാത്റൂമിലെ ടാപ്പിൽ വെള്ളം വരുന്നില്ല. ബാക്കി എല്ലായിടത്തുണ്ടല്ലോ. അത് ടാപ്പിന്റെ വല്ല കുഴപ്പമായിരിക്കും. ഞാൻ നോക്കണോ? ആ നോക്ക്, സ്വന്തം ബാത്റൂം അല്ലേ. ആ സ്ഥലം. സ്വർണവില ഗ്രാമിന് 4775 രൂപ. അപ്പൊ ഇന്നലത്തേനേക്കാൾ 60 രൂപ കൂടി. അപ്പൊ 30 പവന്. ആ, പിന്നെ കണക്ക് കൂട്ടാം. ആ ശാരദയുടെ കയ്യിലുള്ളത് 916 സ്വർണം ആണോ എന്തോ. മാറ്റു കുറഞ്ഞ സ്വർണം ആണെങ്കി പണിയാവും. ഇതെന്താ ഈ സമയത്തൊരു പത്രവായന? അല്ല, ആരാ ഇത്? രാജേശ്വരിയോ? എന്താ ഇതുവഴിയൊക്കെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ വഴി പോയപ്പോ ഒന്ന് അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതി. ഞങ്ങളുടെ നാട്ടിലെ അതിഥികളല്ലേ നിങ്ങള്? വല്ലപ്പോഴും വന്നൊരു അന്വേഷണം മര്യാദയല്ലേ? വലിയ സന്തോഷം. വാ വാ, അകത്തേക്ക് വാ.
അതെ, ഒരു ചായ കൂടി വേണം. രാജീവ് കോളേജിൽ നിന്ന് വന്നിട്ടില്ല. ഒരു ഗ്ലാസ് ചായ ഇട്ടോണ്ട് വരാന്ന് പറഞ്ഞ് കൃഷ്ണൻകുട്ടി ചേട്ടൻ അടുക്കളയിലോട്ട് പോയി. അപ്പൊ ഞാൻ പത്രം എടുത്ത് സ്വർണ്ണവില നോക്കുമായിരുന്നു, വെറുതെ ഒരു രസത്തിന്. ആങ്ങള് പാചകമൊക്കെ ചെയ്യൂല്ലേ? എന്ത് ചെയ്യും, ഞങ്ങൾക്കിടയിൽ അങ്ങനെയൊന്നും ഇല്ല. ചേട്ടൻ മീൻകറി വെച്ചാ നല്ല ടേസ്റ്റാ. രാജീവും ഞാനും വന്ന് ഒരു പ്ലേറ്റ് ചോറ് കൂടുതലുണ്ടും. അതാ ചായ എത്തിയല്ലോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ആ, രാജേശ്വരി ആയിരുന്നോ? ഞാനും അതാ ആലോചിച്ചത്, ഇവിടെ ആരാ അതിഥിയായിട്ട് വരാനുള്ളതെന്ന്. ദാ ചായ എടുക്ക. ഞാൻ വെറുതെ ഒരു വിശേഷം അറിഞ്ഞു വന്നതാ. നിങ്ങള് ശാരികയും രാജീവുമായിട്ടുള്ള കല്യാണം നടത്താൻ പോവാന്ന് കേട്ടു. അതെ അതെ, അതും കൂടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് മടങ്ങാന്നാ ഞങ്ങളുടെ പ്ലാൻ. ആ, അതിന് പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു ധർമ്മ കല്യാണം നടത്തുന്നത്? രാജീവ് മോന് വേറെ പെണ്ണൊന്നും കിട്ടില്ല ഈ ലോകത്ത്. ധർമ്മ കല്യാണം? അത് മനസ്സിലായില്ല. ആ, മകൾക്ക് കൊടുക്കാൻ 10 പൈസയോ ഒരു പണമിട പൊന്നോ ഇല്ല ആ ശാരദയുടെ കയ്യില്. അതിനെ പിന്നെ ധർമ്മ കല്യാണമെന്നല്ലേ വിളിക്കാൻ പറ്റൂ? പക്ഷേ നിശ്ചയത്തിന് തന്നെ 30 പവൻ പൊന്നിട്ട് കാണിക്കാവുന്നുള്ള ധാരണയിലാണല്ലോ ആദ്യമേ ഈ ആലോചനയായിട്ട് മുന്നോട്ട് നീങ്ങിയത്. അതവരിട്ട് കാണിക്കുകയും ചെയ്തു. നിങ്ങളല്ലേ അന്ന് സ്വർണമായിട്ട് വന്നത്? അയ്യോ എന്റെ പൊന്നേ, അതൊക്കെ അന്നത്തെ കഥ. 30 പവൻ സ്വർണമിട്ട് കാണിച്ചില്ലേ ശാരികയുടെ കല്യാണം മുടങ്ങൂന്ന് പറഞ്ഞ് ശാലിനി കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാ അന്ന് ഞങ്ങൾ ആ ആഭരണങ്ങളുമായി വന്നത്. ചടങ്ങ് കഴിഞ്ഞിട്ട് അവരാ സ്വർണം തിരിച്ചേൽപ്പിക്കാന്നായിരുന്നു ധാരണ. അയ്യോ ആണോ? പക്ഷെ അവരങ്ങനൊന്നും. അവരങ്ങനെ എന്തേലും പറയോ? അതുകൊള്ളാം. എന്തെങ്കിലും പറഞ്ഞ് പെണ്ണിനെ ഒരുത്തന്റെ തലയിൽ കെട്ടിവെക്കാൻ തിടുക്കപ്പെട്ട് നിൽക്കുക ശാരദ. പക്ഷേ എനിക്ക് എന്റെ സ്വർണം തിരിച്ചു വേണ്ടേ? ഒരാവശ്യത്തിന് കൊടുത്താ ഞാനത് തിരിച്ചു വാങ്ങിക്കും. അതല്ലേ അതിന്റെ ഒരു ന്യായം. രാജേശ്വരിയുടെ സ്വർണം? പിന്നെ അന്ന് ശാരികയുടെ ദേഹത്ത് ഇട്ട് കാണിച്ചതേ ആരുടെ സ്വർണമാണെന്നാ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എന്റെ സ്വർണം തന്നെ. അന്ന് ആ സ്വർണം ഞാൻ തിരിച്ചു വാങ്ങി പോവുകയും ചെയ്തു. ചേടാ, അങ്ങനെയാണെങ്കിൽ വലിയ ചതിയാണല്ലോ നടന്നത്. വെറും ചതിയല്ല, ചതികളുടെ തുടക്കം മാത്രം. അതെ, ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. പലതും മറച്ചു വെച്ച ശാരദ ഈ കല്യാണം നടത്തുന്നത്. നിങ്ങളിപ്പോ ഈ കല്യാണത്തിൽ നിന്ന് തല ഊരിയില്ലെങ്കിൽ നിങ്ങളുടെ മോന്റെ ജീവിതം നശിച്ചു, അത്ര തന്നെ. ആ നാശം ഞാനങ്ങ് സഹിക്കുവാണെങ്കിലോ? ഇറങ്ങി വീട്ടിൽ നിന്ന്. രാജീവേ, ഞാൻ നിങ്ങളോടല്ലേ ഞാൻ ഇറങ്ങാൻ പറഞ്ഞത്? മോനെ രാജീവേ, അത് പിന്നെ അമ്മാവന്റെ ഒരു അക്ഷരം വേണ്ടി പോരുത്. Get out. ഇറങ്ങി പോവാൻ.